ഹായ് ഫ്രണ്ട്സ്, എയ്ഡറിന്റെ LSS കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LSS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മാത്സിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ആര്? 4000-നും 5000-നും ഇടയിലുള്ള സംഖ്യയാണ്. 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് 1-ന്റെ സ്ഥാനത്തെ അക്കം. 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് 10-ന്റെ സ്ഥാനത്തെ അക്കം. അക്കങ്ങളുടെ തുക 19 ആണ്. സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 4828, ഓപ്ഷൻ ബി 4528, ഓപ്ഷൻ സി 4688, ഓപ്ഷൻ ഡി 4968. എങ്ങനെയാ മക്കളെ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്താം? നമുക്ക് ഓരോ പ്രസ്താവനയും വായിച്ചു നോക്കാം. 4000-നും 5000-നും ഇടയിലുള്ള സംഖ്യ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക. അതിനകത്ത് 4000-നും 5000-നും ഇടയിലുള്ള സംഖ്യ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാം 4000-നും 5000-നും ഇടയിലുള്ളതാണ് അല്ലേ? ദെൻ രണ്ടാമത്തത് എടുക്കുക. അങ്ങനെ ആവുമ്പോൾ 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് 1-ന്റെ സ്ഥാനത്തെ അക്കം. അപ്പൊ നമുക്ക് സ്ഥാനങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. 4828 എന്ന് പറയുന്ന സംഖ്യയിലെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ മക്കളെ. ഒറ്റയുടെ സ്ഥാനത്ത് ഏത് സംഖ്യയാണ്? 8 അല്ലെ? 10-ന്റെ സ്ഥാനത്തോ 2, 100-ന്റെ സ്ഥാനത്ത് 8, 1000-ന്റെ സ്ഥാനത്ത് 4. അങ്ങനെയെങ്കിൽ 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് 1-ന്റെ സ്ഥാനത്തെ അക്കം അല്ലെ? 1000-ന്റെ സ്ഥാനത്ത് ഏതാണ് വന്നിരിക്കുന്നത്? 4 ആണ്. അതിന്റെ ഇരട്ടിയല്ലേ 1-ന്റെ സ്ഥാനത്തെ അക്കം വന്നിരിക്കുന്നത്? 8 ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയേ. 4528, 1000-ന്റെ സ്ഥാനത്ത് 4 ആണ്. അതിന്റെ ഇരട്ടിയാണ് 1-ന്റെ സ്ഥാനത്ത് 8 ആണ്. ബാക്കിയുള്ളതും എല്ലാം അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ആ പ്രസ്താവനയും എല്ലാത്തിനും യോജിക്കുന്നു. ദെൻ നെക്സ്റ്റ് നോക്കിയേ. 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് 10-ന്റെ സ്ഥാനത്തെ അക്കം. 1000-ന്റെ സ്ഥാനത്തെ അക്കം ഏതാണ് മക്കളെ? 4 ആണ് അല്ലെ? അതിന്റെ പകുതി എത്രയാണ്? 2 ആണ്. അത് എവിടെയാ വന്നിരിക്കുന്നത്? 10-ന്റെ സ്ഥാനത്ത്. അപ്പൊ 10-ന്റെ സ്ഥാനത്ത് 2 വന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ് അല്ലെ? സിയും ഡിയും തെറ്റല്ലേ? ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ മക്കളെ? അക്കങ്ങളുടെ തുക 19 ആണ്. ഈ 4 പ്രസ്താവനയും കറക്റ്റ് ആയിട്ടുള്ള സംഖ്യയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്കിപ്പോ 2 സംഖ്യകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയ ഒരു ആൻസർ കണ്ടെത്തണം. അതിന് നമ്മൾ 4-മത്തെ പ്രസ്താവന നോക്കിയേ. അക്കങ്ങളുടെ തുക 19 ആണ്. അപ്പൊ നമുക്ക് എല്ലാ 2-ന്റെയും അക്കങ്ങളൊന്ന് കൂട്ടി നോക്കാം അല്ലേ? ഓപ്ഷൻ എ 4828 അക്കങ്ങൾ പരസ്പരം കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ? 4ഉം 8ഉം 12, 12ഉം 2ഉം 14, 14ഉം 8ഉം 22 അല്ലേ? ദെൻ ഓപ്ഷൻ ബി 4528, 4ഉം 5ഉം 9, 9ഉം 2ഉം 11, 11ഉം 8ഉം 19. 19 അല്ലേ നമുക്ക് വേണ്ടത്? അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 4528. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ കണക്കിന്റെ ആൻസർ കണ്ടെത്തേണ്ടത്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു നോക്കിയാലോ? ഞാൻ ആര്? 8000-നും 9000-നും ഇടയിലുള്ള സംഖ്യയാണ്. 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് 1-ന്റെ സ്ഥാനത്തെ അക്കം. 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിൽ നിന്ന് 2 കുറച്ചതാണ് 10-ന്റെ സ്ഥാനത്തെ അക്കം. അക്കങ്ങളുടെ തുക 19 ആണ്. സംഖ്യ ഏതാണ്? ഒന്ന് ചെയ്തു നോക്കിയേ മക്കളെ അത്. ഓപ്ഷൻ എ 8764, ഓപ്ഷൻ ബി 8365, ഓപ്ഷൻ സി 8364, ഓപ്ഷൻ ഡി 8164. ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? ഒന്ന് ചെയ്തു നോക്കിയേ. വീഡിയോ ഒന്ന് പൗസ് ചെയ്ത ശേഷം നിങ്ങൾ സ്വയം ചെയ്ത് ആൻസർ കണ്ടെത്തിയ ശേഷം മാത്രം വീഡിയോ പ്ലേ ചെയ്യാം. തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസും 8000-നും 9000-നും ഇടയിലുള്ള സംഖ്യയാണല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയേ. 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് 1-ന്റെ സ്ഥാനത്തെ അക്കം. 1000-ന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ് മക്കളെ? 8 ആണ് അല്ലേ? അതിന്റെ പകുതി ആവണം 1-ന്റെ സ്ഥാനത്തെ അക്കം. അപ്പൊ പകുതി എത്രയാണ്? 4 ആണ്. 4 വന്നിട്ടുള്ള ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഓപ്ഷൻ എയും
ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഇതിനോട് യോജിക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി വെട്ടിക്കളയാം. ദെൻ അടുത്ത് നോക്കിയേ, 1000ന്റെ സ്ഥാനത്തെ അക്കത്തിൽ നിന്ന് 2 കുറച്ചതാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. 1000ന്റെ സ്ഥാനത്ത് 8 അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോ 6 അല്ലേ. അപ്പൊ 6 10ന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് മക്കളെ ഉള്ളത്? ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും 10ന്റെ സ്ഥാനത്ത് 6. ദെൻ നെക്സ്റ്റ് നോക്കിയേ, അക്കങ്ങളുടെ തുക 19. സംഖ്യ ഏതാണ്? ഇനി എല്ലാ സംഖ്യയിലെയും അക്കങ്ങൾ പരസ്പരം ഒന്ന് കൂട്ടി നോക്കിയേ, ഏതിനാണ് 19 കിട്ടുന്നത്? അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ 8764, 8ഉം 7ഉം 15, 15ഉം 6ഉം 21, 21ഉം 4ഉം 25. ദെൻ ഓപ്ഷൻ ബി 8364, 8ഉം 3ഉം 11, 11ഉം 6ഉം 17, 17ഉം 4ഉം 21. ദെൻ ഓപ്ഷൻ ഡി 8164, 8 1ഉം 9, 9ഉം 6ഉം 15, 15ഉം 4ഉം. ആൻസർ എത്രയാ മക്കളെ? 19. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 8164. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്ക് 6000 മുതൽ 7000 വരെയാണ് നമ്പർ നൽകിയത്. ആകെ എത്ര പുസ്തകങ്ങൾക്കാണ് നമ്പർ നൽകിയത്? ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 1001, ഓപ്ഷൻ സി 999, ഓപ്ഷൻ ഡി 1100. എങ്ങനെ മക്കളെ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തുക? ഒരു ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങൾ ഉണ്ട് അല്ലെ. അതിന് നമ്പർ കൊടുത്തിരിക്കുന്ന ഏത് മുതൽ ഏത് വരെയാണ്? 6000 മുതൽ 7000 വരെയാണ്. അപ്പൊ എത്ര ബുക്ക് ഉണ്ട് എന്ന് കണ്ടുപിടിക്കൽ എളുപ്പല്ലേ? 7000ത്തിൽ നിന്ന് 6000 കുറച്ച് നമ്മൾ 1 ആഡ് ചെയ്താൽ മതി. എന്തിനാണ് നമ്മൾ ആ 1 അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്? അതായത് 6000 നമ്പറുള്ള ബുക്കും കൂടെ നമ്മൾ പരിഗണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ 1 കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 7000ത്തിൽ നിന്ന് 6000 കുറയ്ക്കുമ്പോ 1000, അതിന്റെ കൂടെ പ്ലസ് 1 ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോ 1001. ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി 1001. നെക്സ്റ്റ്, 9999 എന്ന സംഖ്യയിൽ നിന്നും 1000 വീതം കുറഞ്ഞു വന്നാൽ 6ാമത് വരുന്ന സംഖ്യ എന്താണ്? ഓപ്ഷൻ എ 9399, ഓപ്ഷൻ ബി 9000, ഓപ്ഷൻ സി 3999, ഓപ്ഷൻ ഡി 6000. ഏത് മക്കളെ ആൻസർ ആയിട്ട് വരിക? എന്താ നമ്മൾ ഇതിന് ചെയ്യേണ്ടത്? ആദ്യം നമ്മള് 9999 1000 കുറച്ചു നോക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടൂലേ. പിന്നെ വീണ്ടും നമ്മൾ അതുപോലെ വീണ്ടും 1000 കുറയ്ക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? 6ാമത്തെ സംഖ്യ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയേ എല്ലാവരും. 9999 1000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 8999. അതാണ് 1ാമത്തെ സംഖ്യ അല്ലെ. ദെൻ വീണ്ടും 1000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7999. ഇനി നമ്മൾ കുറച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 9999, 8999, 7999. ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും വരിക? 6000 7000ത്തിൽ നിന്ന് 1000 പോകുമ്പോ 6999, 5999, 4999. 6ാമത് വരുന്ന സംഖ്യ ഏതാണ്? 3999. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 3999. നെക്സ്റ്റ്, 6, 4, 2, 5 എന്നീ സംഖ്യകൾ കൊണ്ട് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത്? ഓപ്ഷൻ എ 6245, ഓപ്ഷൻ ബി 6542, ഓപ്ഷൻ സി 6452, ഓപ്ഷൻ ഡി 6254. എങ്ങനെയാ മക്കളെ ഇതിന്റെ ആൻസർ കണ്ടത്? നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എങ്ങനെയാ കാണാ? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 6 ആണ് അല്ലേ. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള വലിയ സംഖ്യ ഏതാ? 5 ആണ്. അത് കഴിഞ്ഞിട്ടുള്ളതോ? 4, 2. ഒന്ന് ചേർത്ത് എഴുതി നോക്കിയേ.
അതായിരിക്കും ആ സംഖ്യകൾ കൊണ്ട് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി 6542. നെക്സ്റ്റ് 7999 എന്ന സംഖ്യയിൽ നിന്നും 100 വീതം കുറഞ്ഞു വന്നാൽ 9ാമത് വരുന്ന സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 7000, ഓപ്ഷൻ ബി 7199, ഓപ്ഷൻ സി 7099, ഓപ്ഷൻ ഡി 6000. ഏതാ മക്കളെ കറക്റ്റ് ആൻസർ വരിക? ഇങ്ങനെ നമ്മളിത് കണ്ടെത്തുക. ആദ്യം നമ്മള് 7999 100 കുറച്ചു നോക്കുക. അതായിരിക്കും നമ്മുടെ ആദ്യത്തെ സംഖ്യ അല്ലെ. പിന്നെ നമുക്ക് അതിൽ നിന്ന് വീണ്ടും 100 കുറയ്ക്കാം. ഒന്ന് ചെയ്ത് നോക്കി എല്ലാവരും. എത്രയാ മക്കളെ ആൻസർ കിട്ടിയത്? 7999 100 കുറക്കുമ്പോ നമുക്ക് 7899 കിട്ടൂലേ. അതാണ് ഒന്നാമത്തെ സംഖ്യ. ദെൻ അതിൽ നിന്ന് വീണ്ടും ഒരു 100 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 7799. അതാണ് രണ്ടാമത്തെ സംഖ്യ. ഇനി നമ്മൾ വീണ്ടും കുറച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ എഴുതാൻ പറ്റൂലേ? ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇനി നെക്സ്റ്റ് ഏതായിരിക്കും വരിക? 7699, 7599, ദെൻ 7499, ദെൻ 7399, ദെൻ ഏഴാമതായി ഏത് സംഖ്യ വരും? 7299, ദെൻ എട്ടാമതായോ 7199. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന 9ാമത് വരുന്ന സംഖ്യ ഏതാണ്? 7099. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 7099. നെക്സ്റ്റ് 3021, 4132, 5243 ഡാഷ്. അടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ എ 6243, ഓപ്ഷൻ ബി 6443, ഓപ്ഷൻ സി 6524, ഓപ്ഷൻ ഡി 6354. ഇതൊരു പാറ്റേൺ ആണല്ലേ മക്കളെ. ഇങ്ങനെ നമ്മൾ പാറ്റേൺ പൂർത്തിയാക്കുക. നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള സംഖ്യ ഏതാ? 3021 അല്ലെ. ദെൻ നെക്സ്റ്റ് സംഖ്യയോ 4132. ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം കണ്ടെത്തണം. വ്യത്യാസം എങ്ങനെ കണ്ടെത്തും? വലിയ സംഖ്യയിൽ നിന്ന് ആ ചെറിയ സംഖ്യ ഒന്ന് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 4132 മൈനസ് 3021 എന്ന് പറയുന്നത് എത്രയാ? 1111 ആണ്. ഇനി ആ 4132 ഒന്ന് 1111 കൂട്ടി നോക്കിയേ. കറക്റ്റ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി. എത്രയാ നമുക്ക് ആൻസർ കിട്ടിയത്? 5243. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 5243ലേക്ക് 1111 കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി 6354. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10150, 10200, 10250 ഡാഷ്. അടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ എ 10350, ഓപ്ഷൻ ബി 13000, ഓപ്ഷൻ സി 10300, ഓപ്ഷൻ ഡി 12250. ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? ഇച്ചിരി വലിയ സംഖ്യയാണ് അല്ലേ. പക്ഷെ നമ്മള് അവിടെ അതിന്റെ ലാസ്റ്റ് ഓരോ സംഖ്യയുടെയും ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മതി. എങ്ങനെയാണ്? 10150 പിന്നെ 200 മാറുക അല്ലെ. 10200 മാറുകയാണ്. അപ്പൊ അവിടെ എത്രയാ ആഡ് ചെയ്തത്? 50 ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് സംഖ്യ ഏതാ? 10250. അവിടെ വീണ്ടും 50 ആഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 50 കൂട്ടിക്കൊടുത്താൽ മതി. ഇനി ഇത് ഇങ്ങനെ മനക്കണക്കായി ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ മക്കൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കിയാൽ മതി. നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് പോലെ തന്നെ 10200 10150 മൈനസ് ചെയ്താലും 50 കിട്ടും. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? വ്യത്യാസം എത്രയാണ്? 50 ആണ്. അപ്പൊ നെക്സ്റ്റ് സംഖ്യ നമ്മൾ എങ്ങനെയാ കാണുക? 10250ലേക്ക് ഒരു 50 ആഡ് ചെയ്താൽ മതി. എത്രയാ നമുക്ക് ആൻസർ കിട്ടുക? 10300. അപ്പൊ ഓപ്ഷൻ സി 10300. നമ്മുടെ വീഡിയോ ഇനിയും ലൈക്ക് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട്. പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
9800, 8700, 7600 ഡാഷ്. അടുത്ത സംഖ്യ ഏത്? ഇതും പാറ്റേൺ ആണ് അല്ലേ? എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമ്മൾ എത്രയാണ് ആഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. വ്യത്യാസം എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് സംഖ്യ കണ്ടെത്തണം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. എത്രയാ മക്കളെ കിട്ടിയത്? 1100. ഈ ആൻസർ കിട്ടി എല്ലാവരും ഒരു ഹാർട്ട് കമന്റ് ആയി ചെയ്യണേ. ദെൻ 1100 ആണ് മൈനസ് ചെയ്ത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെ. 9800 1100 കുറഞ്ഞപ്പോ 8700 കിട്ടി. 8700 വീണ്ടും ഒരു 1100 കുറഞ്ഞപ്പോ നമുക്ക് എത്ര കിട്ടി? 7600 കിട്ടി. ഇനി 7600 ഒരു 1100 കൂടെ കുറഞ്ഞാൽ എത്ര കിട്ടും? കിട്ടിയോ മക്കളെ ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 6500. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗണിതത്തിലെ വരകൾ രൂപങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ LSS ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.